അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് എല്ലാവർക്കും ഞാൻ നല്ലൊരു ഗിഫ്റ്റ് തരട്ടെ. നല്ല സന്തോഷമുള്ളൊരു ഗിഫ്റ്റ്, ആഖിറത്തിലേക്ക് ഉപകാരപ്പെട്ട വലിയൊരു ഗിഫ്റ്റ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞൊരു സംഭവം ഭയങ്കര എഫക്റ്റീവായൊരു പോയിൻ്റാണത്. ആയിഷ റളിയല്ലാഹു അൻഹയോട്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ള പറഞ്ഞു, ആയിഷ, നീ കിടന്നുറങ്ങണതിന് മുമ്പ് ഒരു ഹജ്ജും ഉംറയും ചെയ്യും. അതുപോലെ തന്നെ ഒരു ഖത്തം ഖുർആൻ ഓത്. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഖത്തം ഖുർആൻ ഓതുക. അതോടൊപ്പം തന്നെ പോയിട്ട് ഹജ്ജും ഉംറയും ചെയ്യണം. പിന്നീട് എല്ലാ അമ്പിയാക്കളുടെയും മുസാഫഹത്ത് ചെയ്ത് അവരുടെ പൊരുത്തം മേടിക്കണം. ലോകത്തുള്ള എല്ലാ മുഅ്മിനായ ആണിൻ്റെയും പെണ്ണിൻ്റെയും പൊരുത്തം മേടിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നീ കിടന്നുറങ്ങിക്കോ ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ് റസൂലുള്ള നിസ്കരിക്കാൻ നിന്നു. ആയിഷ ബീവി ആകെ ബേജാറായി. കിടന്നുറങ്ങണതിന് മുമ്പ് ഹജ്ജ് ഉംറയും ചെയ്യുക, ഒരു ഖത്തം ഖുർആൻ ഓതുക, ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളെയും 1,24,000 വരുന്ന അമ്പിയാക്കളുടെ മുസാഫഹത്ത് ചെയ്ത് അവരെ പൊരുത്തം മേടിക്കുക, ലോകത്ത് ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്നേ വരെയുള്ള മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാ മുഅ്മിനീങ്ങളെയും പൊരുത്തം മേടിക്കുക. ഇതെങ്ങനെ നടക്കുക? ആയിഷ ബി ആകെ ബേജാറായി. എന്താ പറയണത്? റസൂലുള്ള നിസ്കരിക്കണത് വരെ കാത്തിരുന്നു, നിസ്കാരം കഴിയണത് വരെ കാത്തിരുന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഇതെങ്ങനെ നടക്കുക? കിടന്നുറങ്ങാൻ സമയത്ത് ഇതൊക്കെ ചെയ്യാൻ എങ്ങനെ പറ്റുക? ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ള പുഞ്ചിരിച്ചു പറഞ്ഞു, ആയിഷ, ഖുൽ ഹുവല്ലാഹു അഹദ് 3 വട്ടം ഓത്. ഒരു ഹജ്ജും ഒരു ഖത്തം ഖുർആൻ ഓതിയ പ്രതിഫലമാണ്. പിന്നെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കോ, അതൊരു ഹജ്ജ് ഉംറയും ചെയ്ത പ്രതിഫലമാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ എന്ന് പറഞ്ഞ എല്ലാ അമ്പിയാക്കളെയും, റസൂലുള്ളാഹി അടക്കമുള്ള എല്ലാ അമ്പിയാക്കളെയും പൊരുത്തം കിട്ടിയതാണ്. പൊരുത്തം കിട്ടും. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ മുഅ്മിനീങ്ങളെയും മുസ്ലിങ്ങളുടെയും ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാവരും പൊരുത്തം കിട്ടും. ഇത് ചെയ്തിട്ട് നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീവിക്ക് സമാധാനമായി. ഇത് നമ്മുടെ ജീവിതത്തിലൊന്ന് പ്രാവർത്തികമാക്കി നോക്കിയ ഭയങ്കര എഫക്റ്റീവാണ്. ഒളു എടുത്തിട്ട് കിടക്കാൻ സമയത്ത് ഇത്രയും കാര്യങ്ങൾ 3 ഖുൽ ഹുവല്ലാഹു അഹദ്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന്, പിന്നെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ എന്ന്, അതുപോലെ തന്നെ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്നും ഇത് ചൊല്ലിക്കൊണ്ട് കിടന്നാൽ ഈ പറഞ്ഞ കൂലിയൊക്കെ കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു ഹദീസ് നമ്മുടെ മനസ്സിന് വലിയ സന്തോഷം നൽകുന്നതാണ്. വലിയ എഫക്റ്റീവാണത്. അതങ്ങനെ പതിവാക്കാൻ കഴിയുന്നിടത്തോളം പതിവാക്കുക. എന്തൊരു സുഖമാണെന്നറിയോ? മനസ്സിനെ വല്ലാതെ കൺട്രോൾ ചെയ്യും. മനസ്സിന് വലിയ സന്തോഷം നൽകും. നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ അവന് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. നല്ലൊരു ഹാപ്പിനെസ് കിട്ടും. കാരണം ഒരുപാട് ആളുകളുടെ പൊരുത്തം കിട്ടുമ്പോൾ പിന്നെന്താ വിഷമം ഉണ്ടാവുക? അപ്പോൾ അതെല്ലാവരും ഒന്ന് പ്രാവർത്തികമാക്കാൻ നോക്കുക. ഞാനടക്കം നമ്മളെല്ലാവരും അത് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു.